ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം നമ്മളിന്ന് ഒരു തലക്കറി വെക്കാൻ പോകുന്നു. ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ നല്ലപോലെ ചെയ്തിട്ട് ഇപ്പം നമുക്കൊരു തലക്കറി വെച്ചിട്ട് എല്ലാം വെക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കാം. അത് തലനാടോടെ കഴുകി എല്ലാം ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ മൊത്തം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓരോരോ ഘട്ടമായിട്ട് എല്ലാം കാണാം. ഓക്കെ, ഇന്ന് തലക്കറിയും കപ്പ വേവിച്ചതുമാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ. ഓക്കെ, അപ്പം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഓക്കെ, ഇനിച്ചിട്ട് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ രണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് ഉലുവ. ഓക്കെ, അത് രണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ രണ്ട് കറിവേപ്പില മൂർച്ച കൊടുക്കാം. ൂലാക്കാം. ഈ കുറഞ്ഞിരിക്കട്ടെ. ഈ തക്കാളിപ്പഴം ഒന്ന് ഇടാം, അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ഒക്കെ ഇടുമ്പോൾ കരിയാൻ കാണിക്കണം. ഓക്കെ, നമുക്ക് അതിന് വേറൊരു സാധനം ഇടാം. തല 1 കിലോയോളം ഒന്നും മേളിലുണ്ട്. നമുക്ക് ആദ്യം മുളക് പൊടി ഇടാം. ഈ മുളക് പൊടി ഇട്ടിട്ട് പിന്നെ മല്ലിപ്പൊടി ഇടാം. ഓക്കെ, മുളക് പൊടിയിൽ നിന്റെ പകുതിയ മല്ലിപ്പൊടി ഇല്ലെന്നാണ് പറയുന്നത്, നമുക്കറിയത്തില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം. പിന്നൊരു തലക്കറിയല്ലേ, ശേഷം കുരുമുളക് പൊടി ഇടാം. അപ്പം ഇതെല്ലാം ഇട്ടതിന് ശേഷം മീൻ മസാല, സാധാരണ കെമിക്കലാനൊക്കെ പറയുന്നത് ഒന്നും കുഴപ്പമില്ല, നമുക്ക് മീൻ മസാല ഇടാം. നമുക്ക് ടേസ്റ്റൊക്കെ വേണ്ടേ. ആ കിലോയുടെ പാക്കറ്റായിരുന്നു, പകുതി ഇരിപ്പുകൊണ്ട് അതങ്ങ് കിട്ടും. ഓക്കെ, ഞാനൊന്ന് ഇളക്കി കരിവ് ആവുന്നതാണ് ഇളക്കിക്കൊടുക്കും. ഓക്കെ, മൂത്ത് വന്നിട്ടുണ്ട്, കാരണം ഇത് മൂപ്പായിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് നമുക്ക് കുടംപുളി ഇട്ട് വെച്ച വെള്ളം കുടംപുളി ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങനെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ. ഓക്കെ, ആവശ്യത്തിനുള്ള വെള്ളവും കുടംപുളിയും നമുക്ക് ഒഴിച്ച് കൊടുത്താൽ ഇച്ചിരി വെള്ളം കൂടെ വേണം. തല ഒരുപാടുണ്ട്. ഒരു 10 മിനിറ്റ് ആയി വെച്ചിട്ട്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ആയി. നമുക്ക് നോക്കാം. നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പല്ല കേട്ടോ, പൊടിയിപ്പം. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ തലച്ചേട്ടനെ ഇട്ട് കൊടുക്കാം. തീ ഇച്ചിരി കുറയ്ക്കും. നമ്മുടെ തലച്ചേട്ടനെ കോരി കോരി അങ്ങോട്ടിടാം. ഓക്കെ, ഒരുപാട് പേര് പറഞ്ഞു, അണ്ണൻ മീൻകറിയും കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഷർട്ട് ഉപയോഗിക്കണം, അണ്ണൻ വയറും കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പിള്ളേർ ആഗ്രഹമില്ലയോ. ഇനി നമ്മുടെ ഷർട്ട് ഇല്ലാത്തതുകൊണ്ട് അവർ ലൈക്ക് ചെയ്യാത്ത ഷെയർ ചെയ്യാത്തതെന്നും പറയും. അതുപോലെ തന്നെ പിന്നെ ഒത്തിരി പേര് പറഞ്ഞു ബൂസ്റ്റ് ചെയ്യണമെന്ന്. എൻ്റെ പൊന്നച്ച, ഒരു ബൂസ്റ്റ് വാങ്ങിക്കാനുള്ള കാശൊന്നും എൻ്റെ ബൂസ്റ്റ് ചെയ്യണമെന്നോ അത് ചെയ്യണമെന്നോ ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതിനുള്ള നിവർത്തിയൊന്നുമില്ല. എൻ്റെ ബൂസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ തന്നെ നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക. ഇതിനകത്ത് ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ അല്ല, എൻ്റെ ഈ 10,000 10,000 ഒന്നും ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ഇതിനകത്ത് വരുമാനങ്ങളൊന്നുമില്ല. പിന്നെ
ചെറിയ വീഡിയോ എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുവോ? ഓക്കെ, 15 മിനിറ്റാ. നോക്കട്ടെ എന്താ പരിപാടി. ആ സൂപ്പർ, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് വറ്റട്ടെ നല്ലപോലെ. അപ്പോൾ ഇത്തിരി ഒന്ന് നല്ല വറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, ഇനി ഒരു ചെറിയ മണമൊക്കെ കിട്ടണ്ടേ. ഒരു ലോയിലിട്ടിട്ട് എന്താ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. നാടൻ കറിവേപ്പില കേട്ടോ. ഓക്കെ, അപ്പം അത് കറിവേപ്പില ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കും. അപ്പോൾ ആ ഒരു മണമൊക്കെ കൂടി കയറി വരും, കുറച്ചുകൂടെ വറ്റണം. ഓക്കെ, ഞാൻ വേവിച്ച് വെച്ചിരിക്കും. അതാണുണ്ടോ, കപ്പ വേവിക്കുന്ന കാണിക്കാൻ പറ്റിയില്ല. കപ്പ വേവിച്ച് വെച്ചു, സൂപ്പർ കപ്പ കേട്ടോ. നമ്മളവിടെ ചെളിക്കുഴിയിൽ നിന്ന് വാങ്ങില്ല, കടുവത്തോട്ടിൽ നിന്ന് വാങ്ങിച്ച അടിപൊളി കപ്പ, സൂപ്പർ. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് തുറക്കാം. ഏകദേശം നല്ലപോലെ കറിയൊക്കെ വറ്റി നല്ല കിടക്കാറ്റായിട്ടുണ്ട്. ഓക്കെ, നല്ലപോലെ ആക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സൂപ്പർ, പറഞ്ഞറിയിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെളിച്ചെണ്ണ ഇതാകുമ്പോൾ കുറച്ചേ പോകത്തുള്ളൂ, ഒരുപാട് ഉപയോഗിക്കണ്ട, കുറച്ച് ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് ഇവനെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മണ്ടയ്ക്ക് ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി അത് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ആ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ വേണം ഇതൊന്ന് തങ്ങി നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളാണ് എൻ്റെ എല്ലാ പ്രചോദനവും. ഓക്കെ, ടാറ്റ.